ഇന്ത്യൻ കോടതികൾ പിലാത്തോസിന്റെ കോടതികളാകുന്നുവോ? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പിലാത്തോസ് വിധി എഴുതി. മഹാപുരോഹിതരും മുപ്പന്മാരും ജനക്കൂട്ട ആരവവും ഗവൺമെന്റ് ഇടപെടലും മൂലം ജഡ്ജി പിലാത്തോസ് എഴുതിയ ഉത്തരവ് നിലനിർത്തി. പക്ഷെ ക്രൂശിക്കേണ്ടത് കുറ്റക്കാരനായ ബർബാബസിനെയല്ല, നീതിമാനായ ക്രിസ്തുവിനെ എന്ന് തിരുത്തി. അതോടെ മഹാപുരോഹിതരും ജനവും ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കാം. അങ്ങനെ ജനഹിതവും മഹാപുരോഹിത താല്പര്യവും ജഡ്ജി നിറവേറ്റി. അങ്ങനെ അവനെ അവർ ക്രൂശിച്ചു. അവിടെയും ഉത്തരവ് മുഴുവൻ വായിച്ചു തീരുമാനിക്കാൻ മഹാപുരോഹിതരും അവരെ തുണയ്ക്കുന്ന ഭരണാധികാരികളും മെനക്കെട്ടില്ല. മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു ട്രസ്റ്റ്, അതിന്റെ ബൈലോ 1934 ഭരണഘടന, 1064 പള്ളികൾ മലങ്കര സഭ ട്രസ്റ്റ് വക. പക്ഷെ ഇവിടെയും മുഖ്യമന്ത്രിയും മഹാപുരോഹിതരും ചില ജനക്കൂട്ടവും പറയുന്നു, കോടതി വിധികൾ ഞങ്ങൾക്ക് പുല്ലാണെന്ന്. ഞങ്ങൾ അമ്മയെ മറക്കുന്ന സിറിയൻ അടിമകളായ അന്ത്യോക്യയുടെ പിള്ളേരെന്ന് ഹൈക്കോടതിക്ക് മുൻപിൽ നിന്ന് ആർത്തു വിളിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിന്റെ കോലം കത്തിച്ചു. ഇത് കേട്ട് മടുത്ത കോടതി ഇതാ വിധി മാറ്റി എഴുതി. ഗവൺമെന്റിനെയും രാഷ്ട്രീയ നേതാക്കളുടെയും മഹാപുരോഹിതർക്കും വേണ്ടി മലങ്കര സഭയിൽ സിവിൽ കേസ് വീണ്ടും തുടരാൻ അവസരമൊരുക്കി ഉത്തരവായി. വിചിത്രമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. നീണ്ട കാലത്തെ കോടതി വ്യവഹാരങ്ങൾ നൂറുകണക്കിന് ജഡ്ജിമാർ കേട്ട് വിധി എഴുതി. അതിന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് 2017 ജൂലൈ 3 ഉത്തരവ്. ആ 1000 തുള്ളി തേനിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു തുള്ളി മീൻ വെള്ളം അറിഞ്ഞുകൊണ്ടൊഴിച്ചു. നീണ്ട നാൾ കേസ് പറഞ്ഞ് ഇന്ത്യൻ സുപ്രീം കോടതി സഭാ കേസിന് അന്തിമമായി ഒരു വിധി പുറപ്പെടുവിപ്പിച്ചു. കുറെ പള്ളികളിൽ കോടതികൾ ഇടപെട്ട് വിധി നടപ്പാക്കി. അപ്പോൾ യാക്കോബായ സഭയുണ്ടാക്കി പിരിഞ്ഞ വിഭാഗം സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചു. ജഡ്ജിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭീഷണി മുഴക്കി. രാഷ്ട്രീയ പാർട്ടികൾ കോടതി വിരുദ്ധ സമരത്തിന് പിന്തുണയും കൊടുത്തു. ലാവലിൻ കേസ് 50-ലധികം പ്രാവശ്യം സുപ്രീം കോടതിയെ കൊണ്ട് മാറ്റിവെപ്പിച്ച സുപ്രീം കോടതിയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെന്റ് യാക്കോബായക്കാർക്കൊപ്പം മലങ്കര സഭാ കേസിൽ കക്ഷിയായി. സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് വിധി 2-അംഗ ബെഞ്ചിനെ കൊണ്ട് കീഴ്ക്കോടതിക്ക് അയപ്പിച്ചു. 2017 വിധി നടത്തിപ്പ് എങ്ങനെ നടപ്പാക്കും? എങ്ങനെ പ്രശ്നം നിലനിർത്താം? പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2017 വിധി 3-4 പള്ളികൾക്ക് മാത്രം ബാധകമെന്ന് പുതിയതായി കണ്ടുപിടിച്ചു. മോങ്ങാനിരുന്ന നായ്ക്ക് അത് മതി. ഇത് കേട്ട യാക്കോകൾ വീണ്ടും തെരുവിലിറങ്ങി പ്രശ്നമുണ്ടാക്കി. 34-ലെ ഭരണഘടന അംഗീകരിക്കുന്നവർ മാത്രമല്ലേ മലങ്കര സഭാ ട്രസ്റ്റിലെ അംഗം? ആരാണ് മലങ്കര മക്കൾ എന്ന് കോടതി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. 34 ഭരണഘടന അംഗീകരിച്ച് സഭാ മക്കളായാൽ ഭൂരിപക്ഷത്തിന് പള്ളിഭരണം നടത്താമെന്ന് ഉത്തരവായാൽ സഭാവിഷയം തീരും. ഇന്ത്യൻ ഭരണഘടനയും നിയമവും അംഗീകരിക്കാത്ത കാശ്മീരികൾ, ഖലിസ്ഥാനിലെ പോലെ സിറിയക് ഓർത്തഡോക്സ് സഭ അനുഭാവികൾ എങ്ങനെ മലങ്കര സഭാ പള്ളികളുടെ അവകാശികളാകും? അതുപോലെ സുപ്രീം കോടതി വിധി പ്രകാരം ഹൈക്കോടതി പള്ളികൾ ഏറ്റെടുക്കാൻ ഉത്തരവായത് ഡിവിഷൻ ബെഞ്ച് റദ്ദു ചെയ്തു. വീണ്ടും സിംഗിൾ ബെഞ്ചിൽ കൊടുക്കുന്നു. ഇനി സുപ്രീം കോടതി 2017 പറഞ്ഞത് നോക്കണ്ട. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം സിംഗിൾ ബെഞ്ച് കേസ് കേൾക്കുക. അപ്പോൾ ഈ രാജ്യത്തിന് സുപ്രീം കോടതി വിധിക്ക് വിലയില്ലേ?